ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഭജനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു കൊറാസിൻ, ബെത്സയിദ, കഫർനാം എന്നീ പട്ടണങ്ങളെ ശാസിക്കുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾ യേശു ചെയ്ത അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും മാനസാന്തരപ്പെട്ടില്ല. അത്ഭുതങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രം രക്ഷയില്ല. ആ അനുഭവം ജീവിതത്തെ മാറ്റിമറിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം ദിവസവും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഓരോ പ്രഭാതവും ഉണരാൻ ലഭിക്കുന്ന അനുഗ്രഹം, കുടുംബം, ആരോഗ്യം, ജോലി, പഠനം, വിശുദ്ധ കുർബാന, ദൈവവചനം, കൂദാശകൾ, ഇവയെല്ലാം ദൈവം നമുക്ക് നൽകുന്ന വലിയ കൃപകളാണ്. എന്നാൽ ഈ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ചോദ്യം. കഫർനാമിൽ ഭാഗ്യവാന്മാരായ ഒരു പട്ടണമാണ് കഫർനാം. യേശു അവിടെ താമസിച്ചു, പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. എങ്കിലും അവർ അഹങ്കാരത്തിലും അനാസ്ഥയിലും തുടർന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടാലും പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്നത്. ഇതിലൂടെ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അതിനനുസരിച്ച് ജീവിക്കാത്തവർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ദൈവവചനം കേൾക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു. എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയും കരുണയും പ്രകടമാകുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ, അതോ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നുണ്ടോ? മാനസാന്തരം എന്നത് കണ്ണീർ പൊഴിക്കുന്നത് മാത്രമല്ല, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ ദിശ മാറ്റുകയാണ് യഥാർത്ഥ മാനസാന്തരം. ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നാം അവിടന്നിലേക്ക് തിരിച്ചു വരണമെന്ന് അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു ഈ മുന്നറിയിപ്പ് നൽകുന്നത്. മുന്നറിയിപ്പ് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഒരു പിതാവ് മകനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശാസിക്കുന്നത് പോലെ യേശുവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഇന്നത്തെ വചനം നമ്മെ ഒരു സ്വയം പരിശോധനയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണോ? ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം മാറുന്നുണ്ടോ? മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് വചനത്തിൻ്റെ യഥാർത്ഥ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. ആകയാൽ നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, അത്ഭുതങ്ങൾ മാത്രം അന്വേഷിക്കുന്നവരല്ല, നിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുന്ന ശിഷ്യരാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നീ നൽകിയ കൃപകൾ വെറുതെ ആക്കാതെ വിശ്വാസം ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ സാക്ഷ്യപ്പെടുന്നവരാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.